ഹലോ ഗായ്സ്, നമുക്ക് ഇന്ന് ഉണക്കനന്തൻ നമുക്ക് ഇന്ന് ഫ്രൈ ആക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അത്യാവശ്യം ഇതിൻ്റെ തലയൊക്കെ കളഞ്ഞിട്ട് വെച്ചേക്കുവാണ്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് പുരട്ടി വയ്ക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഇത് എന്താ പറയുക മൊരിഞ്ഞ് വരുന്ന ഒരു ടൈപ്പിലാവുന്നത് വരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചേട്ടന് ഒരു കൂട്ടുകാരൻ കൊടുത്തിട്ട് ചേട്ടൻ കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഇത് ഉണക്കിയെടുത്ത മീനാണ് കേട്ടോ. അപ്പോൾ ഇത് നന്ദൻ എന്നാണ് ഈ മീനിൻ്റെ പേര്, എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. അപ്പോൾ ഞാനിതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ചിട്ടാണ് ഇടുന്നത്. സാധാരണ നമ്മൾ അരിഞ്ഞാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്തെങ്കിലും കല്ലുമേൽ വെച്ച് ചതച്ചാണ് ഇടുന്നത്. അതാണ് നമ്മൾ ഈ ഉപ്പുമീനൊക്കെ വറുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അരിഞ്ഞതിനേക്കാളും നല്ല രസമായിരിക്കും നമ്മളിങ്ങനെ കല്ലിൽ ചതച്ചിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇത് മൊരിയുന്നത് വരെ നമ്മളിതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. പച്ചമുളകും ഉള്ളിയും അത്യാവശ്യം നല്ല രീതിക്ക് മൊരിയണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയുടെ, ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമൊന്നുമില്ല, കാരണം പച്ചമുളകൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതിലെരിവുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മുളക് പൊടി മാത്രം ഇട്ട് വഴറ്റുക. അപ്പോൾ നമുക്കിത് നല്ല പഴങ്കഞ്ഞിലൂടെ കഴിക്കുകയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഉണക്കനന്തൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉണക്കനന്തൻ കഴിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ, സാധനം കഴിച്ചിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.